ഇനി നമുക്ക് നമ്മൾ സാധാരണ കറികളിലൊക്കെ ഉപയോഗിക്കുന്ന കടല വെച്ചിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള കട്ട്ലറ്റ് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഈ ഒരു റെസിപ്പി ശരിക്കും നമ്മൾ സാധാരണ വെജിറ്റബിൾ കട്ട്ലറ്റ് എങ്ങനെയാണോ തയ്യാറാക്കിയെടുക്കുന്നത് ആ ഒരു രീതിയിലും അതേ രുചിയിലും ചെയ്തെടുക്കാൻ കഴിയുന്ന നല്ലൊരു റെസിപ്പിയാണ്. എല്ലാവരും തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക. ഇന്നത്തെ റെസിപ്പി ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ ആരെങ്കിലും പുതിയതായിട്ട് കാണുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെല്ലൈക്കണിൽ കൂടി ക്ലിക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇതിന് പ്രധാന ചേരുവ നമ്മൾ കറി വെക്കാൻ എടുക്കുന്ന കടല തന്നെയാണ്. ഇത് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം മാക്സിമം ഒരു 4-5 മണിക്കൂറെങ്കിലും കുതിർത്തി വെക്കുക. ഞാനിപ്പോൾ രാത്രി കുതിർത്തി വെച്ച് രാവിലെ തയ്യാറാക്കി എടുക്കുന്നതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന മെഷർമെൻറ്റ് ഞാനിപ്പോൾ ഒരു ചെറിയൊരു കപ്പിന് 1 കപ്പ് കടലയാണ് എടുത്തിട്ടുള്ളത്. ഇനി നമ്മളിത് വെള്ളം വാർന്ന് വെച്ചിരിക്കുന്ന കടല ഒരു പ്രഷർ കുക്കറിനകത്തോട്ടേക്ക് ചേർത്ത് കൊടുക്കാം. പ്രഷർ കുക്കറിനകത്ത് ഇട്ടിട്ടാണ് നമ്മളിത് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ ആവശ്യാനുസരണം വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളത്തിൻ്റെ അളവ് ഒത്തിരി വേണ്ട. കടല മുങ്ങിക്കിടക്കാൻ പാകത്തിനൊന്ന് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഒത്തിരി വേണ്ട, വളരെ കുറച്ച് ഉപ്പ് മാത്രം ചേർത്താൽ മതി. കൂടെ തന്നെ ഒരു ഇത്തിരി മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയൊക്കെ മതി കേട്ടോ. ഇനി ഇത് അടച്ചു വെച്ചിട്ട് ഇതിൻ്റെ വിസിലെന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ ഓവർനൈറ്റ് കുതിർത്തി വെച്ച കടല ആയതുകൊണ്ട് തന്നെ ഒരു 3 വിസിലാകുമ്പോഴത്തേക്ക് തന്നെ വെന്ത് കിട്ടും. 3 വിസിൽ കഴിഞ്ഞ് പ്രഷറൊക്കെ പോയിട്ടുണ്ട്. നന്നായിട്ട് കടല വെന്ത് കിട്ടണം. എന്നാൽ മാത്രമേ ഈ റെസിപ്പി നല്ല പെർഫെക്റ്റ് ആയിട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് കഴിയുള്ളൂ. ഈ വെള്ളമൊക്കെ വാർന്ന് കളഞ്ഞതിന് ശേഷം ചൂടാറിയിട്ട് മിക്സിയിലോട്ടേക്ക് ചേർത്ത് കൊടുക്കുക. ഒട്ടും വെള്ളം ഉപയോഗിക്കാതെ നല്ലതുപോലെ അരച്ചെടുക്കണം. എത്രത്തോളം ഫൈനായിട്ട് നിങ്ങൾക്ക് അരച്ചെടുക്കാൻ കഴിയുമോ അത്രയും ഫൈനായിട്ട് അരക്കണം. ഇതിൽ കടലയുടെ കഷ്ണങ്ങൾ വന്നു കഴിഞ്ഞാൽ കട്ട്ലറ്റ് ശരിയായ രീതിയിൽ കിട്ടില്ല. കട്ട്ലറ്റ് പൊടിഞ്ഞു പോകുന്നത് പോലെയാവും. അപ്പോൾ നന്നായിട്ട് ഞാനൊന്ന് അരച്ചെടുത്തിട്ടുള്ളതാണ്. ഇനി ഒരു പാൻ വെച്ച് ചൂടായി വരുമ്പോൾ ഇതിലോട്ടേക്ക് ഞാനൊരു 2 ടേബിൾ സ്പൂൺ എടുത്ത് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. വെജിറ്റബിൾ ഓയിലായിട്ട് വേണമെങ്കിൽ അങ്ങനെയും ഉപയോഗിക്കാം. എണ്ണ ചൂടായി വരുമ്പോൾ 1 ടേബിൾ സ്പൂൺ മുഴുവനായിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി അരച്ചിട്ടുള്ള പേസ്റ്റും, ഒരു പച്ചമുളക് മാത്രമേ ഞാനിപ്പോൾ എടുത്തിട്ടുള്ളൂ. അതുപോലെ തന്നെ ഒരു ചെറിയ സവാള, അതല്ലെങ്കിൽ ഒരു വലിയ സവാളയാണ് കയ്യിലില്ലതെങ്കിൽ അതിൻ്റെ പകുതി ഭാഗമൊക്കെ മതി. ഒത്തിരി നമുക്ക് ഒട്ടും വേണ്ട സവാള, വളരെ കുറഞ്ഞ അളവിൽ മാത്രം ഉപയോഗിച്ചാൽ മതി. എന്നിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. അപ്പോൾ എരിവ് നിങ്ങൾക്ക് 2-3 പച്ചമുളകൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ കുട്ടികൾക്കൊക്കെ കൊടുക്കാനുള്ളത് കൊണ്ടാകുമ്പോൾ നമ്മൾ പച്ചമുളക് അധികം ചേർക്കില്ലല്ലോ. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യുക. ഇതൊന്ന് വഴറ്റിയെടുക്കുന്ന പാകം എന്ന് പറഞ്ഞാൽ ചെറുതായിട്ടൊന്ന് സോഫ്റ്റായിട്ട് കിട്ടിയാൽ മതി. ഒത്തിരി കളർ മാറിയിട്ടൊന്നും വരണ്ട. അപ്പോൾ ഞാനൊരു ഇത്തിരി ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒന്ന് വഴറ്റിയതിന് ശേഷം ഫ്ലെയിം കുറച്ചിട്ട് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മുഴുവനായിട്ട് കുരുമുളക് പൊടിയാണ് ചേർക്കുന്നത്. അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ മുളക് പൊടി, പിരിയമുളക് പൊടിയാണ് ചേർത്തിട്ടുള്ളത്. 1/2 ടീസ്പൂൺ ഗരം മസാല പൗഡറും ഒരു 1/4 ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകം പൊടിച്ചിട്ടുള്ളതുമാണ് ചേർത്തിട്ടുള്ളത്. ഇതിനകത്ത് ഗരം മസാല പൗഡറും അതുപോലെ തന്നെ കുരുമുളക് പൊടിയുടെ ടേസ്റ്റുമാണ് ഒന്ന് കയറി നിൽക്കേണ്ടത്. അപ്പോൾ ചെറിയ ജീരകം എന്തായാലും പൊടിച്ചത് ചേർക്കണം. അപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക കേട്ടോ. പൊടികളുടെയൊക്കെ പച്ചമണം മാറി വന്നതിന് ശേഷം ഇതിലോട്ടേക്ക് ഒരു ചെറിയ ബീട്രൂട്ട് മതി. അതല്ലെങ്കിൽ ഒരു ബീട്രൂട്ടിൻ്റെ പകുതിയോ 1/4 ഭാഗമൊക്കെ എടുത്താൽ മതി. അത് ഗ്രേറ്റ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടും. നല്ല ടേസ്റ്റിൽ നമുക്ക് തയ്യാറാക്കിയെടുക്കാനും കഴിയും. നമ്മൾ സാധാരണ തോരനൊക്കെ വെക്കുമ്പോൾ ഗ്രേറ്റ് ചെയ്യാറില്ലേ, ആ രീതിയിലൊന്നും ചെയ്തെടുത്താൽ മതി കേട്ടോ. ഇതിനകത്തോട്ടേക്ക് ഉരുളക്കിഴങ്ങോ ക്യാരറ്റോ അങ്ങനെയുള്ള ഒന്നും തന്നെ നമുക്ക് ആവശ്യമില്ല. അപ്പോൾ ഒരു ഇത്തിരി ഉപ്പ് കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ എരിവ് കുറവായതുകൊണ്ട് 1 ടീസ്പൂൺ കൂടി കുരുമുളക് പൊടി ചേർത്തിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് പച്ചമുളക് വെച്ചിട്ട് ബാലൻസ് ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ പച്ചമുളക് അധികം ഉപയോഗിക്കാതെ കുരുമുളക് പൊടിയാണ് കൂടുതൽ ചേർക്കുന്നത്. അപ്പോൾ നല്ല ടേസ്റ്റാണ് കുരുമുളക് പൊടിയുടെ ടേസ്റ്റ് മുന്നിട്ട് നിൽക്കുമ്പോൾ. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം അടച്ച് വെച്ചിട്ട് നമുക്ക് ബീട്രൂട്ട് കുക്ക് ചെയ്തെടുക്കാം. ഇങ്ങനെ നമ്മൾ ഗ്രേറ്റ് ചെയ്ത് ചേർക്കുന്ന ബീട്രൂട്ട് ആയതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് കുക്കായി കിട്ടും. കണ്ടില്ലേ, നന്നായിട്ടൊന്ന് വെന്ത് പാകമായി വന്നിട്ടുണ്ട്. ഇതിലോട്ടേക്ക് ഞാനിപ്പോൾ മല്ലിയിലയാണ് ചേർത്തിട്ടുള്ളത്. അപ്പോൾ കറിവേപ്പിലയല്ല, മല്ലിയില 1 ടീസ്പൂൺ മുഴുവനായിട്ട്, 1 ടീസ്പൂൺ തുടങ്ങി 1.5 ടീസ്പൂൺ വരെ ചെറുനാരങ്ങയുടെ നീര് കൂടി ചേർക്കുന്നുണ്ട്. ഇതൊക്കെ ഈ ഒരു റെസിപ്പിക്ക് നല്ല ടേസ്റ്റ് കൊടുക്കുന്നതാണ്. ഇൻഗ്രീഡിയൻസ് ഒന്നും സ്കിപ്പ് ചെയ്യാതെ ഇതുപോലെ തന്നെ ചെയ്തു നോക്ക്. ശരിക്കും നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ കറിവേപ്പില നമുക്ക് വേണ്ട, മല്ലിയില മാത്രം ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിരിക്കുന്ന കടല, അപ്പോൾ കടല പൊടിക്കുമ്പോൾ ഇതുപോലെ പൊടിച്ചെടുക്കണം. കടലയുടെ കഷ്ണങ്ങളായിട്ട് വരുവാണെങ്കിൽ മൊത്തം കട്ട്ലറ്റും ഇങ്ങനെ പൊട്ടി പോയതുപോലെ ഉണ്ടാകും. അപ്പോൾ നന്നായിട്ട് വേവിച്ചിട്ട് നല്ലതുപോലെ ഉടച്ചെടുക്കണം. എന്നിട്ട് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇപ്പം ഞാനൊരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് കേട്ടോ മിക്സ് ചെയ്യുന്നത്. ഈ മസാലയൊക്കെ ആയിട്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ചൂടാറാൻ വേണ്ടിയിട്ട് വെക്കാം. ആ ഒരു സമയം കൊണ്ട് ഇതിന് കോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് മൈദയാണ്, ഇത് വെജിറ്റബിൾ കട്ട്ലറ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് മുട്ട കോട്ടിങ് നമ്മൾ ഉപയോഗിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ ഒരു 1/2 കപ്പിനടുത്ത് മൈദ എടുക്കാം. ഒരു 1/4 കപ്പ് തുടങ്ങി 1/2 കപ്പ് വരെ മൈദ എടുക്കാം. ആവശ്യാനുസരണം വെള്ളവും ചേർത്തിട്ട് ഒന്നങ്ങ് ഇതുപോലെ മിക്സ് ചെയ്യുക. ഒത്തിരി ടൈറ്റായിട്ടുള്ള ബാറ്ററും വേണ്ട, ഒത്തിരി ലൂസായി പോകാതെ ഒരു മീഡിയം കൺസിസ്റ്റൻസിയിൽ ഇതുപോലെ ഒന്ന് തയ്യാറാക്കിയെടുത്താൽ മതി. അപ്പോൾ നമ്മുടെ ആ കോട്ട് ചെയ്യാനുള്ള മൈദ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. മുട്ട ഇഷ്ടമുള്ളവർക്ക് മുട്ടയിൽ കോട്ട് ചെയ്തിട്ടും വേണമെങ്കിൽ ചെയ്യാം കേട്ടോ. ഇനി ബ്രെഡാണ് വേണ്ടത്. ഞാൻ ഒരു 8 ബ്രെഡ് മിക്സിയിലിട്ട് പൊടിച്ചെടുത്തിട്ടുള്ളതാണ്.
അപ്പോൾ നമ്മുടെ മിക്സ് നന്നായിട്ട് ചൂടാറി പാകമായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് നല്ലതുപോലെ ഒന്നുകൂടി കുഴച്ചെടുക്കണം. കാരണം ഈ ബീട്രൂട്ടിൻ്റെ ഈ മസാലയുടെയൊക്കെ ഒരു ഫ്ലേവർ ശരിക്കും നമ്മുടെ ആ ഒരു കടലയിലോട്ടേക്ക് മിക്സ് ആകുന്ന രീതിയിൽ ഒന്നങ്ങ് കുഴച്ചെടുക്കണം. അപ്പോഴാണ് നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ കഴിയുക. നല്ലതുപോലെ കുഴച്ചെടുത്തതിന് ശേഷം പിന്നീട് നമുക്ക് ഷേപ്പ് ചെയ്യാവുന്നതാണ്. കടല ആയതുകൊണ്ട് തന്നെ നമ്മൾ ഇതിനകത്ത് ഉരുളക്കിഴങ്ങോ ക്യാരറ്റോ ഒന്നും തന്നെ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. നല്ല രീതിയിൽ നമ്മൾ നന്നായിട്ട് വേവിച്ച് നല്ലതുപോലെ മിക്സിയിൽ അരച്ചിട്ടാണ് ചെയ്തിട്ടുള്ളതെങ്കിൽ ഒട്ടും പൊട്ടിപ്പോകില്ല. നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ഷേപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ കയ്യിൽ വെച്ച് ഒന്ന് റോൾ ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് ഇതുപോലെ തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ മുന്നത്തെ കട്ട്ലറ്റിൽ നമ്മൾ മുന്നേ കാണിച്ചിട്ടുള്ളതാണ് ഇതുപോലെ ഷേപ്പ് ചെയ്യുന്നത് എങ്ങനെയാണ് കട്ട്ലറ്റിന് പെർഫെക്റ്റ് ആയിട്ടുള്ള ടേസ്റ്റ് എല്ലാ സൈഡിലും ഒരുപോലെ വരുന്നത് എന്നുള്ളതൊക്കെ. അപ്പോൾ ഞാൻ എല്ലാ സൈഡും ഒന്ന് ലെവൽ ചെയ്ത് എടുത്തിട്ടുണ്ട്. ടോട്ടൽ 8 പീസാണ് കേട്ടോ നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്ക് ആദ്യത്തെ കോട്ടിങ് ചെയ്തെടുക്കാം. ഫസ്റ്റ് കോട്ടിങ് ചെയ്യുന്നതിനായിട്ട് ഈ ഒരു മിക്സിനകത്തോട്ടേക്ക് നമ്മുടെ കട്ട്ലറ്റ് ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരു ചെറിയൊരു കോട്ടിങ് മാത്രമേ നമുക്ക് ആവശ്യമായിട്ടുള്ളൂ. ഒന്ന് ഡിപ്പ് ചെയ്തതിന് ശേഷം ഇതുപോലെ എടുത്തിട്ട് ബാക്കിയുള്ള ബാറ്റർ ഒന്ന് ചെരിച്ചിട്ട് ഇതുപോലെ ഒന്ന് കളഞ്ഞെടുത്താൽ മതി. അതുപോലെ കളഞ്ഞെടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിരിക്കുന്ന ആ ബ്രെഡിൻ്റെ മിക്സിനകത്തോട്ടേക്ക് ഇത് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കുക. ഇതാണ് സിംഗിൾ കോട്ടിങ്. നിങ്ങൾക്കിത് ഫസ്റ്റ് ഇതുപോലൊരു കോട്ട് ചെയ്തതിന് ശേഷം ഫ്രീസറിനകത്ത് വെച്ചിട്ട് ഇതിനെ തണുപ്പിക്കാം. ഒരു 10 മിനിറ്റ് തണുപ്പിച്ചെടുത്തതിന് ശേഷം എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തിട്ട് അങ്ങനെ വേണമെങ്കിലും ചെയ്തെടുക്കാം കേട്ടോ. ഇതിപ്പോൾ സിംഗിളായിട്ട് നമ്മൾ ഒരൊറ്റ കോട്ടിങ് മാത്രം ചെയ്തിട്ടുള്ള കട്ട്ലറ്റാണ്. പക്ഷേ ഇത് കാണുമ്പോൾ ലാസ്റ്റ് ഇങ്ങനെ ബ്രെഡ് അവിടെ ഇവിടെയൊക്കെ പൊടി പിടിച്ചത് കണക്കെയാണ് ഉണ്ടാവുക. കാണാനൊരു ഭംഗി ഉണ്ടാവില്ല. അതുകൊണ്ട് നമ്മൾ ഡബിൾ കോട്ടിങ് ചെയ്യുന്നുണ്ട്. മുന്നേ കട്ട്ലറ്റിൽ കാണിച്ചതുപോലെ തന്നെ ഇതിനെ വീണ്ടും നമ്മൾ ഈ ഒരു ബാറ്ററിനകത്ത് മുക്കിയിട്ട് വീണ്ടും ഒരു തവണ കൂടി ഇതുപോലെ ബ്രെഡ് വെച്ചിട്ടൊന്ന് കവർ ചെയ്യുകയാണ്. ഇപ്പം നമ്മൾ ഇങ്ങനെ ചെയ്യുമ്പോഴാണ് ശരിക്കും നമ്മൾ പുറത്തുനിന്നൊക്കെ ബേക്കറിയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന ആ ഒരു കട്ട്ലറ്റിൻ്റെ സ്റ്റൈലിൽ എല്ലാ സൈഡും നല്ല രീതിയിൽ കോട്ടായിട്ട് ബ്രെഡ് അവിടെ ഇവിടെയൊന്നും ഇങ്ങനെ അല്ലെങ്കിൽ അവിടെ ഇവിടെയൊക്കെ മൊരിഞ്ഞത് കണക്കില്ലേ നമുക്ക് കിട്ടാറ്. അപ്പോൾ ഞാൻ ഇതൊന്ന് ഫിനിഷ് ചെയ്തിട്ട് കാണിച്ചു തരാൻ. കണ്ടില്ലേ, ഇപ്പോൾ ഈ 8 കട്ട്ലറ്റ് നിങ്ങൾക്ക് കാണും പറയാം. നമ്മൾ സിംഗിൾ കോട്ട് ചെയ്തതുപോലെയല്ല, ഡബിൾ കോട്ട് ചെയ്യുമ്പോൾ നല്ലൊരു ഫിനിഷിങ് കിട്ടും. ഇത് ഞാനൊരു 10 മിനിറ്റ് ഫ്രീസറിനകത്ത് വെച്ച് തണുപ്പിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു 10 മിനിറ്റൊക്കെ ഫ്രീസറിനകത്ത് വെച്ച് തണുപ്പിക്കുമ്പോൾ ഒന്നുകൂടി സെറ്റായിട്ട് വരും. അതിനുശേഷം ഫ്രൈ ചെയ്യുമ്പോഴാണ് ഒന്നുകൂടി നല്ലത്. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് എണ്ണയിലോട്ട് ഇട്ടിട്ട് വേണമെങ്കിൽ അങ്ങനെയും ഫ്രൈ ചെയ്യാം കേട്ടോ. സമയമുണ്ടെങ്കിൽ ഒന്ന് ഫ്രീസറിനകത്ത് വെച്ച് തണുപ്പിച്ച് ഒന്നുകൂടി നല്ലത്. എണ്ണ നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷം വേണം എപ്പോഴും ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ ഫ്ലെയിം ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടാൽ മതി. ഇനി നമ്മൾ ഇത് ഫ്രൈ ചെയ്യാൻ ഒരേ സമയത്ത് തന്നെ പാനിനകത്ത് എണ്ണ ഒഴിച്ചിട്ട്, വെജിറ്റബിൾ ഓയിലാണ് കേട്ടോ, ഞാൻ വെജിറ്റബിൾ ഓയിലാണ് ഫ്രൈ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്കൊന്ന് 2 സൈഡും, ഒരു സൈഡ് ആദ്യം നമ്മൾ ചേർത്ത പാടെ ഒന്ന് കുക്കായി കഴിഞ്ഞാൽ ഒന്ന് ഇതുപോലെ തിരിച്ചിട്ട് കൊടുക്കുക. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് 2-3 തവണയായിട്ട് നമ്മൾ തിരിച്ചിട്ട് കൊടുക്കുമ്പോഴാണ് എല്ലാ സൈഡിലും ഒരേ രീതിയിൽ ഒരേ കളർ ഷെയ്ഡിൽ നമുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് കഴിയുന്നത്. അപ്പോൾ ഇത് ഏകദേശം കളർ മാറി വന്നിട്ടുണ്ട്. കുറച്ച് സമയം കുക്ക് ചെയ്യുമ്പോഴത്തേക്കും ആ ഒരു നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറിലോട്ടേക്ക് മാറും. അപ്പോൾ നമ്മുടെ കട്ട്ലറ്റിൻ്റെ ഒരു കളർ കണ്ടോ, നല്ല രീതിയിൽ നമ്മൾ ഡബിൾ കോട്ടിങ് ചെയ്താൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് കഴിയും. അപ്പോൾ ഞാൻ മുഴുവനൊന്ന് ഇതുപോലെ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കട്ട്ലറ്റ് കാണുമ്പോൾ തന്നെ അറിയാം നമ്മൾ സാധാരണ ബേക്കറിയിൽ നിന്നൊക്കെ വാങ്ങുന്ന രീതിയിൽ തന്നെ നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാം. പിന്നെ ഇത് കടല ചേർത്തത് കൊണ്ട് ഇതിന് ടേസ്റ്റ് മാറ്റാണോ, ഇത് കടല ആയതുകൊണ്ട് അത്ര ടേസ്റ്റ് ഉണ്ടാവുമോ എന്നൊക്കെയുള്ള സംശയം എന്തായാലും ഉണ്ടാവും. കടലയും ബീട്രൂട്ടും കൂടി മിക്സ് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്ക്. നമ്മൾ സാധാരണ വെജിറ്റബിൾ കട്ട്ലറ്റ് കഴിക്കുന്ന അതേ രുചി തന്നെയാണ്. എനിക്ക് തോന്നുന്നു ഒന്നുകൂടി അതിനേക്കാളും ടേസ്റ്റി ആയിട്ട് തോന്നി. പിന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ളതാണ്. ഇത് കുറച്ച് സോസിലൊക്കെ ഡിപ്പ് ചെയ്ത് കഴിക്കുകയാണെങ്കിൽ ഒന്നുകൂടി സൂപ്പറാണെന്ന് തന്നെ പറയാം. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ ടേക്ക് കെയർ. ബൈ ബൈ.